തുടക്കം അടച്ച് നമ്മൾ തിരുവാതിര എത്ര സമയം വരെയാണോ ഉള്ളത് അത്രയും സമയമാണ് നമ്മൾ നോയമ്പെടുക്കുന്നത്. അപ്പോൾ അരിയാഹാരം കഴിക്കാൻ പാടില്ല. അപ്പം ഗോതമ്പിൻ്റെ ഇതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം തിരുവാതിരയുടെ അന്ന് ഭഗവാൻ മഹാദേവൻ്റെ നാളാണല്ലോ തിരുവാതിര. ആ തിരുവാതിര സമയത്ത് ദേവി നോയമ്പ് നോറ്റു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പം ഭർത്താക്കന്മാരുടെ നമ്മുടെ നെടുമംഗല്യത്തിന് വേണ്ടിയിട്ടും സന്തതികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് സ്ത്രീകൾ ഈ നോയമ്പ് നോൽക്കുന്നത്. 28 ദിവസം മുമ്പേ നമ്മൾ തിരുവാതിര കളിച്ച് തുടങ്ങിയിട്ട് ഈ ധനുമാസത്തിൽ വൃശ്ചികമാസ തിരുവാതിര മുതൽ ധനുമാസ തിരുവാതിര വരെ അതിൽ 12 ദിവസം മുമ്പെയാണ് രാത്രി കളിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തിരുവാതിരയിൽ ഈ 28 ദിവസം മുമ്പേ കളിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ പാടി കളിക്കും. അപ്പം എല്ലാവർക്കും ഒന്ന് ഓർമ്മ വരാനും കളിക്കാനും. അപ്പോൾ അതെല്ലാവരും കൂടെ കൂടിയിട്ടാണ് 28 ദിവസം മുമ്പേ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും കൂടെ അതിനൊരു നമ്മുടെ ഈ സ്റ്റെപ്പുകളൊക്കെ ആണെങ്കിൽ ഒരുപോലെ കളിക്കാനും ഒക്കെ പറ്റി. 28 ദിവസം മുമ്പേ തുടങ്ങുമ്പോൾ നമ്മൾ ഇന്ന പാട്ടുകൾ പാടുമ്പോൾ ഇന്ന ചൂടാണെന്നും എല്ലാവരും കൂടെ കൂടി കളിക്കാനും ഒക്കെ 28 ദിവസം തുടങ്ങും. നമുക്ക് അതിൻ്റെ ആ ഒരു തിരുവാതിര ആകുമ്പോഴത്തേക്കും എല്ലാം നല്ല പ്രാക്ടീസ് ആകണം. അതിനുവേണ്ടി 28 ദിവസം മുമ്പേ തുടങ്ങുന്നത്. അത് എല്ലാവരും ഒരുപോലെ പാടുകയും ഒരുപാട് കളിക്കുകയും എല്ലാവരും കൂടുകയും ഒരു ആഘോഷമാണത്. ഇപ്പോഴും അതൊന്നും ഒരു മുടക്കവും കൂടാതെ അത് ചെയ്യാനായിട്ട് സാധിക്കുന്ന കൊണ്ട് ഇത്രയും ഒരു മുടക്കവും ഇല്ലാതെ എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നാളെയും എല്ലാവർക്കും നമ്മുടെ പിന്നെ പെണ്ണുങ്ങളുടെ ഒരു ആഘോഷം തന്നെയാണ്. അത് പക്ഷേ നല്ല നല്ല കുളിച്ചൊരുങ്ങി എല്ലാ നല്ല പുത്തൻ സെറ്റുകളും ഒക്കെ ഉടുത്ത് ആഭരണങ്ങളും ധാരാളം ഇട്ട് ഒരുങ്ങി സുന്ദരികളായിട്ട് കുറികളും മരിച്ച കുറിയും കണ്ണെഴുതി കുറിയിട്ടും മുല്ലമാല ചൂടി പൂക്കളും ഒക്കെ ചൂടി സുന്ദരി കുട്ടികളായിട്ടും കളിച്ചോളൂ. തിരുവാതിര എട്ടങ്ങാടിയൊക്കെ നേദിച്ച് എട്ടങ്ങാടി നയിക്കുന്നത് നമ്മൾ ഗണപതിക്ക് വിഷ്ണുവിന് ശിവന് പാർവതിക്കാണ്. നേദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറ്റില പാക്ക് നേദിക്കുന്നുണ്ട്. വെറ്റില പുത്തൻതിരുവാതിരക്കാർ 101 വെറ്റിയും പാക്കും കരിക്കും നേദിക്കണമെന്നാണ്. എന്നിട്ട് പിന്നെ അവർ ആ നേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെറ്റ് കൂട്ടി മുറുക്കിക്കൊണ്ട് വേണം തിരുവാതിര കളിക്കാനൊക്കെ പറയുന്നത്. മാസ തിരുവാതിര എന്ന് പറയുന്നത് എല്ലാവർക്കും കേരളത്തിൽ മൊത്തം തന്നെ കേരളീയരുടെ ഒരു ആഘോഷമായിട്ട് തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബ്രഹ്മസമർത്തിൽ തന്നെ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇപ്പം നല്ല രീതിയിൽ തിരുവാതിര നടത്തി കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികളുടെയും ഭർത്താക്കന്മാരുടെയൊക്കെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ആണ്. ഓരോ പാട്ടിൻ്റെ അതിലും അത് തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. ഓരോ പാട്ടിലും പറയുന്നുണ്ട് നമ്മൾ ആയുരാരോഗ്യ ഭർത്താവിൻ്റെയും കുട്ടികളുടെയൊക്കെ ആയുരാരോഗ്യ സൗഖ്യമാണ്. ആദ്യം ഗണപതി പാട്ട് തുടങ്ങി സരസ്വതി, പിന്നെ ശിവൻ്റെ പാട്ടുകൾ, ഇങ്ങനെ ഓരോ പാട്ടുകളും പാടി നമ്മൾ കളിച്ചു തുടങ്ങുവാണ്. തിരുവാതിരയുടെ അന്ന് എട്ടങ്ങാടി നിവേദ്യം മകയിരത്തിൻ്റെ അന്നാണ് മകയിര സന്ധ്യയ്ക്കുള്ളപ്പോൾ എട്ടങ്ങാടി നിവേദ്യം നേദിക്കുക. എല്ലാവരും ഒത്തുകൂടി മേടിക്കുക. അതിനൊരു പ്രത്യേകം പാട്ടൊക്കെ ഉണ്ട്. അതിന് പിന്നെ തിരുവാതിരയാണെങ്കിൽ ഉറക്കളപ്പും തിരുവാതിര അന്ന് തന്നെ ഇന്നിപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന അന്ന് തന്നെ ഉറക്കളപ്പും എട്ടങ്ങാടി നിവേദ്യവും ഉറക്കളപ്പും ഒരു ദിവസം തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടി എല്ലാവരും ആഘോഷിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഇപ്രാവശ്യത്തെ തിരുവാതിര ആഘോഷിച്ച് ഇന്ന് മുഴുവൻ തിരുവാതിരയാണ്. അപ്പം എല്ലാവരും ഇത് നോയമ്പും ഇതുവരെ ഉറക്കളച്ചും നോയമ്പ് നോക്കിയൊക്കെ എല്ലാവരും ഈ ദിവസം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാ പൂവെടുക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ 10 വൃത്തങ്ങൾ ചൊല്ലുകൊണ്ട് പിന്നെ ഘോഷമോടെ പൂ പറിക്കാൻ എന്നുള്ളതാണ്. നമ്മൾ പൂ പറിക്കാനായിട്ട് സത്യാസ്വയംവരം 10 വൃത്തം ഇങ്ങനെ ഓരോ പാട് ചൊല്ലി പാതിരാപ്പൂ ചൊല്ലാകുമ്പോൾ നമ്മൾ പിന്നെ പൂവെടുക്കാൻ പോകുന്ന പാട്ടുണ്ട്. പൂവിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതെ അവിടെ ചെന്നിട്ട് ഒന്നാകുമ്പോൾ ഒരടിക്കുന്നിന്മേലോ നല്ലോ കന്യക പാല നട്ടു പാലക്കീല വന്നു പൂവന്നു കാലുന്നു പാലിക്കുന്നേറുള്ളൂ കാകുഴലി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ചൊല്ലി പിന്നെ പൂവ് എതിരേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആണ് ഈ ദശപുഷ്പത്തിൻ്റെ പാട്ടെല്ലാം പാടി വഞ്ചിപ്പാട്ട് പാടിയാണ് നമ്മൾ വരുന്നത്. അവിടെ കൊണ്ടുവച്ച് ദശപുഷ്പങ്ങൾ എല്ലാം നമ്മൾ എരിക്കലേക്കകത്ത് ഇങ്ങനെ എല്ലാ പുഷ്പങ്ങളും വെച്ച് ഓരോ ദേവതകളുടെയും പിന്നെ അതാത് പുഷ്പങ്ങളുടെ ദേവതകളെയൊക്കെ പ്രാർത്ഥിച്ച് അതിൻ്റെ പാട്ടും പാടിയാണ് പാതിരാപ്പൂ ചൂടുന്നത്.
പാതിരാപ്പൂ ചൂടി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഗണപതി സരസ്വതി ചൊല്ലുന്നു, പിന്നെ മംഗലവാതിര ചൊല്ലുന്നു. ആ തിരുവാതിരയുടെ പ്രാധാന്യങ്ങളൊക്കെ ഉള്ള കീർത്തനങ്ങൾ ചൊല്ലി അങ്ങനെ ആഘോഷിക്കുന്നു നമ്മൾ. രാത്രി മുഴുവൻ വെളുപ്പിനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കീർത്തനങ്ങൾ ചൊല്ലുക, പിന്നെ താലോല പാട്ട് ചൊല്ലുക, കീർത്തനങ്ങൾ ചൊല്ലുക ഒക്കെ ചെന്ന് പിന്നെ വല പിടിക്കലുണ്ട്. വല പിടിച്ച് അങ്ങനെ വെളുപ്പിനെ ആകുമ്പോഴത്തേക്കും വല പിടിച്ച് കീർത്തനം ചൊല്ലി വല പിടിക്കുന്നു. വല പിടിക്കുന്നതിന് 2 സൈസിൽ തന്നെ പാതിരാപ്പൂ ചൂടുന്നതിനും ഒരു പിടിയുണ്ട്. പോഷമോടെ പൂ പറിക്കാനും പൂ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പാട്ടുണ്ട്. അത് പാടി വല പിടിച്ച് അത് 10 ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ ഈ വെളുപ്പിനെ ആകുമ്പോൾ നമുക്ക് കീർത്തനം ചൊല്ലിയിട്ടൊരു വല പിടിച്ചുകൊണ്ടുള്ളൊരു ഇതുണ്ട്. ശേഷം താലോലം പാട്ടുകൾ കീർത്തനങ്ങൾ ഒക്കെ ചൊല്ലി വെളുപ്പിനെ വരെ നമ്മൾ നിർത്തുന്നു. തിരുവാതിര നോയമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാതിരാപ്പൂ ചൂടൽ. അപ്പം രാത്രി തിരുവാതിരയുടെ അന്ന് രാത്രിയിൽ 12 മണി ആ സമയത്താണ് നമ്മൾ തിരുവാതിരയും കൂടെ തിരുവാതിരയും കൂടെ വരുന്ന സമയത്ത് രാത്രിയിലാണ് നമ്മൾ ദശപുഷ്പങ്ങൾ ചൂടുക. ഓരോന്നും പേര് പറഞ്ഞ് അതിൻ്റെ ഒരു മാഹാത്മ്യങ്ങളും ഉണ്ട്. അതിൻ്റെ പാട്ടുണ്ട്. അത് ചൊല്ലി നമ്മൾ പാതിരാപ്പൂ ചൂടണം. അത് മംഗല്യത്തിന് ഏറ്റവും വിശേഷമാണ്. പിന്നെ ഈ കറിയൊക്കെ ഓർക്കുമ്പോൾ ആദിത്യനല്ലോ ദേവത ആദിവ്യാദികൾ ആകേരിയും ആദരാനിധി ചൂട്, അങ്ങനെ 10 പുഷ്പത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. അത് ചൂടിയാൽ ഇന്ന ഗുണങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ ചൊല്ലി പാടി അത് തലയിൽ ചൂടും. അത് മംഗല്യത്തിനും സന്തതി സൗഖ്യത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും പ്രാധാന്യമായിട്ടുള്ള ഒരു ഇതാണ് പാതിരാപ്പൂ ചൊല്ലൽ. പിന്നെ രാത്രി മുഴുവൻ ഉറക്കിളക്കുക. തിരുവാതിര ദശപുഷ്പം സ്ത്രീകളെ ചൂടിയിട്ട് ഭർത്താക്കന്മാരെയും ചൂടിക്കണം എന്നാണ്. പുത്തൻ തിരുവാതിരക്കാരും ചൂടിക്കണം, എല്ലാവരും ഭർത്താക്കന്മാരെയും ചൂടിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന തിരുവാതിരയാണ് പുത്തൻ തിരുവാതിരയാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ 22 ദിവസം മുമ്പേ തിരുവാതിര കളി തുടങ്ങും. ഈ വിശ്വമാസത്തിലെ തിരുവാതിര തൊട്ട് ധനുമാസത്തിലെ തിരുവാതിര വരെ 28 ദിവസം നമ്മൾ എല്ലാവരും കൂടെ കളിക്കും. പിന്നെ അതല്ലാതെ സാധാരണ തിരുവാതിരക്കാർക്ക് 12 ദിവസം മുമ്പ് ധനുമാസത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് തൊട്ട് തിരുവാതിര വരെ ഉള്ള ദിവസങ്ങളിലാണ് കളിക്കുന്നത്. പിന്നെ പുത്തൻ തിരുവാതിരക്കാർ 12 ദിവസം തൊട്ട് രാത്രി കളിക്കും. അവർ 12 ദിവസം തുടിച്ചുകൂടി ഒക്കെയുണ്ട്. തുടിച്ചുകൂടി മുമ്പ് നമ്മൾ ആദ്യം രംഗുന്ന പാട്ടിന് ഒന്നാകും പാൽക്കടലിൽ ഒന്നുപോൽ പള്ളിശങ്കിനാദം കേട്ടി പുണരുണരൂ ഗംഗാദേവി. അങ്ങനെ ഗംഗയെ ഉണർത്തിയിട്ടാണ് നമ്മൾ തുടിച്ചുകൂടി തുടങ്ങുന്നത്. അത് തുടിച്ച് കുളത്തും കലക്കി നമ്മൾ അഷ്ടമംഗല്യം വിളക്കും എല്ലാം കൊണ്ടുവച്ച് 10 പുഷ്പങ്ങളും എല്ലാം പൂവും തൊടാനുള്ളതും എല്ലാം കൊണ്ടുവച്ചിട്ട് തുടിച്ച് കുളിച്ച് ഗണപതി സരസ്വതി പാട്ടുണ്ട്. പിന്നെ പതപ്പിക്കുന്ന പാട്ടുണ്ട്, പത്മനാഭി പത്മനാഭ മൂല, അതുപോലെ പല കീർത്തനങ്ങളും ചൊല്ലി അങ്ങനെ ഇതുണ്ട്. പിന്നെ നല്ല നാൾ തിരുവാതിര, പിന്നെ എട്ടങ്ങാടിയുടെ പാട്ട് എല്ലാം ചൊല്ലി തുടിച്ച് കുളിക്കും. കുറേ പാട്ടുകൾ നമ്മൾ അടുത്തുടിച്ച് കുളിച്ച് കരച്ച് കയറിയിട്ട് തിരുവാതിര കളിച്ച് നാളെ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളല്ലോ, ഭഗവതിക്കു തിരുനോയും കൊണ്ട് ഉണരുത് ഉറങ്ങരുത്, തുടിക്കണം പോൽ കുളിക്കണം പോൽ ആടണം പോൽ പാടണം പോൽ. അങ്ങനെയാണ് ഭഗവാന്റെ പിറന്നാളിന് എത്ര ദിവസം തൊട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. തിരുവാതിരയുടെ പിറന്നാൾ ആ ദിവസം ആവുമ്പോൾ നമ്മൾ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാൾ ഇന്നെ തുടിച്ചു വിളിക്കും നമ്മൾ പറയും. ഇന്ന് തന്നെ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്, ഭഗവതിക്കു തിരുനോയമ്പുണ്ട്, ഉണ്ണേരു ഉറങ്ങരു, കുടിക്കണം പോൽ കുളിക്കണം പോൽ ആടണം പോൽ പാടണം പോൽ. അങ്ങനെയാണ് തിരുവാതിര. കുളിച്ചു കയറി അലക്കിയ ഞൊറിഞ്ഞുകൊടുത്ത് നമ്മൾ കൂട്ടത്താലിയൊക്കെ അണിഞ്ഞ് മഞ്ഞൾ കുറിയൊക്കെ തൊട്ട് കണ്ണെഴുതി ദശപുഷ്പമൊക്കെ ചൂടി വിളക്ക് വെച്ച് മുറ്റത്ത് വിളക്ക് വെച്ചിട്ട് ആ വിളക്കിന് ചുറ്റും തുടിച്ചു വിളിക്കുന്ന അവർക്ക് 7 ദിവസം മുമ്പ് വിളിച്ചാൽ മതി. ബുധവാരക്കാർ 12 ദിവസം മുമ്പേ തുടിച്ചു വിളിക്കും. പിന്നെ തുടിച്ചു വിളിക്കുന്ന അവർക്ക് 7 ദിവസം മുമ്പ് വിളിച്ചാൽ മതി. ബുധവാരക്കാർ 12 ദിവസം മുമ്പേ തുടിച്ചു വിളിക്കും. പിന്നെ തുടിച്ചുവിളി കഴിഞ്ഞിട്ട് കടവിൽ തിരുവാതിരയുണ്ട്. അത് മുറ്റത്ത് കൊണ്ട് ചായ്പ കളിക്കുന്നത് മറ്റേ കടവിൽ തന്നെ കളിക്കുന്നത്. തിരുവാതിര ദിവസം രാവിലെ നമ്മൾ തുടിച്ചുപുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരുവാതിര കളിച്ച് പൂവ നിവേദ്യം, അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തിരുവാതിരയുടെ. അപ്പം ഭഗവാന് നമ്മൾ പൂവ നിവേദ്യം
സമർപ്പിക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മൾ അരിയാഹാരം കഴിക്കില്ല. അതുപോലെ ഉറങ്ങാൻ പാടില്ല. തിരുവാതിര ആ സമയം വരെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. രാത്രി മുഴുവൻ ഉറക്കമടച്ച് തിരുവാതിര തീരുന്ന സമയം വരെ നമ്മൾ ഉറങ്ങാതെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് തിരുവാതിര തീരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഈ തിരുവാതിര നിർത്തുന്ന ഒരു പാട്ടുണ്ട്. അത് ചൊല്ലിയാണ് നമ്മൾ തിരുവാതിര നിർത്തുന്നത്. പിന്നെ ഇന്നിപ്പോൾ തിരുവാതിര 11:30 വരെ ഉണ്ട് രാത്രിയിൽ. അപ്പം നമ്മൾ ഉച്ചയ്ക്കാണെങ്കിൽ ഏകാദശി പോലെയൊക്കെ അരിമയം കഴിക്കത്തില്ല. പിന്നെ രാവിലെ പൂവ നേദിക്കലുണ്ട്. ഈ തിരുവാതിരയുള്ളപ്പോൾ പൂവ കുറുക്കി പിന്നെ ഗണപതിക്ക്, വിഷ്ണുവിന്, ആദിത്യന്, ശിവന്, പാർവതിക്ക് ഒക്കെ പൂവ നേദിക്കുന്നുണ്ട്. പൂവ നേദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ തിരുവാതിര രാവിലെ തുടിച്ചു കുളിക്കുക, തിരുവാതിര കളി, പൂവ നേദിക്കുക എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഉറങ്ങരുത്. രാത്രി 11:30 വരെ ഉറങ്ങരുത്, അരിയാഹാരം കഴിക്കരുതെന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത്. 11:30 ആകുമ്പോൾ നമ്മൾ വിളക്ക് വെച്ചിട്ട് 40 വിളക്കിൽ നടന്നു കഴിഞ്ഞാൽ 40 എന്ന് പറഞ്ഞൊരു കീർത്തനുണ്ട്. അത് ചൊല്ലിയാണ് നിർത്തുന്നത് നമ്മൾ. അങ്ങനെയാണ് തിരുവാതിര ആഘോഷം.